അത്രയും ട്രോമയാണ് ഈ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ആൾക്കാർ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത്. ഈ കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. ഒരു നോർമൽ കൊച്ചായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആ കുട്ടിക്ക് എന്താണ് താല്പര്യം, കുട്ടിക്ക് എന്താണ് ഇഷ്ടം, ആ ഒരു കുട്ടിക്ക് എന്താണ് സന്തോഷം കൊടുക്കുന്നത് എന്നതിലുപരി എൻ്റെ അന്ധവിശ്വാസം എങ്ങനെ ഈ കുട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാം. ക്രിസ്മസ് കരോള് വരുന്ന സമയമാകുമ്പോഴത്തേനും ബാക്കി എല്ലാ വീടുകളിലും ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് കരോളിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മാത്രം ഫുൾ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് എല്ലാവരും വീടിനകത്ത് കയറി വാതിലടച്ചിട്ടിരിക്കും. ഞാനീ പറയുമ്പോൾ ചേട്ടനത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും. പക്ഷേ എസ്പെഷ്യലി പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളെ സൊസൈറ്റിയുടെ മുന്നിൽ നമ്മൾ കുറേയും കൂടെ എക്സ്പോസ് ചെയ്യാനുണ്ട്. പെന്തക്കോസ്തുകാരെ പോലെ തന്നെ എക്സ്ട്രീമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ് യഹോവ സാക്ഷികൾ, ബ്രദേൺ, ഇവാഞ്ചലിക്കൽ, മോർമൺ പോലെയുള്ള വ്യത്യസ്തമായ സഭകൾ. ഇതിലെ ഒരു ഇവാഞ്ചലിക്കൽ സഭയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്യുകയും പുള്ളിക്കാരിയുടെ ഒരു ലൈഫ് സ്റ്റോറി ഷോർട്ടായിട്ടൊന്ന് പറയുകയും ചെയ്തു. പെന്തക്കോസ്തുകാരും ഇവാഞ്ചലിക്കലും തമ്മിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ നാട്ടിൽ കാണുന്നതിലെ മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്തുകാർ ആഭരണം ഉപയോഗിക്കാറില്ല, ഇവാഞ്ചലിക്കലുകൾ ആഭരണം ഉപയോഗിക്കും. പെന്തക്കോസ്തുകാർക്ക് ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാഭിഷേകം എന്ന് പറഞ്ഞുള്ള തുള്ളിച്ചാട്ടമുണ്ട്. ഇവാഞ്ചലിക്കലുകൾക്ക് അത് പൊതുവേ കാണാറില്ല. ഇതാണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റുന്ന മേജർ ഡിഫറൻസ്. അപ്പോൾ എന്നെ ഈ കോണ്ടാക്ട് ചെയ്ത പുള്ളിക്കാരി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ചേട്ടാ, ഞാൻ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസും കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ, എസ്പെഷ്യലി പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളെ സൊസൈറ്റിയുടെ മുന്നിൽ നമ്മൾ കുറേയും കൂടെ എക്സ്പോസ് ചെയ്യാനുണ്ട്. കാരണം ഇതിനകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പലർക്കും അറിയില്ല. ഞാൻ ആക്ച്വലി ജനിച്ചതും വളർന്നതും ഒരു പ്രൊട്ടസ്റ്റന്റ് ഫാമിലിയിലാണ്. എന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റന്റ് അറിയാമല്ലോ, ഓൾമോസ്റ്റ് സിമിലർ ടു പെന്തക്കോസ്റ്റ്, പക്ഷേ ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഫുൾ ഫാമിലി എല്ലാവരും സിറോ മലബാർ ചർച്ച് മെമ്പേഴ്സാണ്. ഞാനും എൻ്റെ പപ്പയും അമ്മയും അനിയനും ഉള്ള ഫാമിലി മാത്രമേ ഉള്ളൂ ഈ ചർച്ചിലെ മെമ്പേഴ്സ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോമ തന്നത് ഈ ചർച്ചിലെ മെമ്പറാണ് എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും വലിയ ട്രോമ. സാധാരണ ഒരു കൊച്ച് അവൻ്റെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ അവളുടെ ചൈൽഡ്ഹുഡിൽ അവൾ ഗോത്രൂ ചെയ്ത അല്ലെങ്കിൽ അവൾ ഗോത്രൂ ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഗോത്രൂ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ കൊച്ചായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്താ പറയുക, ഭയങ്കര മച്ചുവേർഡ് ആവേണ്ടി വന്നു പെട്ടെന്ന് തന്നെ. എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന രീതി, അതുപോലെ തന്നെ ഒരു കാര്യത്തിനും ഫ്രീഡം ഇല്ല. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, സ്പോർട്സിന് കൂടാൻ പാടില്ല, ആർട്സിന് കൂടാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, ഇവരോട് മിണ്ടാൻ പാടില്ല, അവർ നടക്കുന്ന പോലെ നടക്കാൻ പാടില്ല, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല. എനിക്കിഷ്ടമുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ട്രോമ, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയും. ഞാൻ കുഞ്ഞായിരുന്നപ്പം ക്രിസ്മസിൻ്റെ ഒക്കെ ടൈം ആകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു ക്രിബ്, ഒരു ക്രിസ്മസ് ട്രീ, കുറച്ച് ഡെക്കറേഷൻസ്, ഒരു സ്റ്റാർ. ഇപ്പം ഞാനീ പറയുമ്പോൾ ചേട്ടനത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും. പക്ഷേ എൻ്റെ കുഞ്ഞിൽ ആ ഒരു പ്രായത്തിൽ എനിക്കതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ചെയ്താലെന്താ. അപ്പം എന്നോട് അത് ജാതികൾ ചെയ്യുന്ന കാര്യമാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ തന്നെ ക്രിസ്മസ് കരോള് വരുന്ന സമയമാകുമ്പോഴത്തേനും ബാക്കി എല്ലാ വീടുകളിലും ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് കരോളിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മാത്രം ഫുൾ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് എല്ലാവരും വീടിനകത്ത് കയറി വാതിലടച്ചിട്ടിരിക്കും. എന്നിട്ട് എന്താ പറയുന്നത്, ജാതികളുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലൊന്നും നമ്മൾ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ആ പ്രായത്തിൽ എന്നോടത് പറയുമ്പം എനിക്കത് ഭയങ്കര ട്രോമയായിരുന്നു. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും ഇല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്ന് അവരുടെ പല പല സെലിബ്രേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുമ്പോഴും എനിക്ക് മാത്രം ഒന്നുമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് എന്താ വന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇപ്പം ഞാൻ ആ ലൂപ്പിൽ നിന്നൊക്കെ പുറത്തു വന്നു, ആ ഒരു ടോക്സിക് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ഞാൻ മാറി. ഈവൻ ഒരു 2 ആൾക്കാർ എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ എനിക്ക് അവരോട് സംസാരിക്കാനുള്ള കറേജ് ഇല്ല.
സോഷ്യൽ സ്കിൽ എന്ന് പറയുന്ന ഒരു സാധനമില്ല. കാരണം എന്താ, ചർച്ചിലുള്ള മെമ്പേഴ്സിനോടല്ലാതെ ബാക്കി ആരോടും നമുക്കൊന്ന് സംസാരിക്കാനോ ഇടപെടാനോ സമ്മതിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരോ ഇതിനകത്ത് വന്നു, നമ്മുടെ പേരൻസോ ഇതിനകത്ത് വന്നു, പക്ഷേ അവരുടെ മക്കൾക്കൊരു ഫ്യൂച്ചറുണ്ട്, അവർക്ക് ഈ സോഷ്യൽ സ്കിൽസൊക്കെ വേണം, അല്ലെങ്കിൽ അവർക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ട്, അവർ ഈ സൊസൈറ്റിയുടെ പാർട്ടാണ്. അപ്പോൾ അവർ ഈ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ബോധമൊന്നും ഇവർക്കില്ല. അപ്പോൾ പിള്ളേർക്ക് ഉണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ട്രോമയാണ്. അവർക്ക് ഒരു തരത്തിലുള്ള എക്സ്പോഷറും കിട്ടുന്നില്ല. സ്പോർട്സിൽ, ആർട്സിൽ, ഈവൻ ഒരു ഫിലിം പോലും ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും കണ്ടിട്ടില്ല. ഒരു പാട്ട് കേൾക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്താ പറയുക, അങ്ങനെ അത്രയും ട്രോമയാണ് ഈ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ആൾക്കാർ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത്. ഈ കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എനിക്കറിയാം ഒരുപാട് പിള്ളേരെ, അവർക്ക് ഇതിനൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ ചർച്ചിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, അവർക്കെല്ലാം ഇതിന് ആഗ്രഹമുണ്ട്. ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ഇടാനും ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിലൊന്നും ഒരു എക്സ്പോഷറും കിട്ടുന്നുമില്ല. അതൊക്കെ വലിയ പാപമാണെന്നാണ് പറയുന്നത്. വലിയ തെറ്റാണ്. ജാതികളുമായിട്ട് എന്താ അവിശ്വാസികളുമായിട്ട് ഇണയില്ലാപ്പട കൂടരുത്, അവർ ചെയ്യുന്ന പോലെ നടക്കരുത്, ഇരുട്ടിൽ നടക്കരുത്, വലിയ തെറ്റാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കൊരു കുറച്ച് ബോധം വെച്ച സമയത്താണ് ഞാൻ ആക്ച്വലി ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് നമ്മൾ അറിയേണ്ട കാര്യങ്ങളല്ല. നമ്മൾക്ക് എന്താണേലും ഞാൻ ഈ ടോക്സിക് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നു. എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ നല്ല ഫ്രീഡം ഉണ്ട്, നല്ല മനസ്സമാധാനമുണ്ട്. എൻ്റെ പാസ്റ്റ് ട്രോമകളൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഹീൽ ചെയ്തുകൊണ്ട് വരുക കേട്ടോ. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് നിങ്ങളിടുന്ന എഫേർട്ടിന്. കാരണം ഇത് ഒരുപാട് പേരിലോട്ട് എത്തണം, സൊസൈറ്റി ഇത് അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നടക്കുന്നതെന്ന്. നിങ്ങൾ ആ പുള്ളിക്കാരി സംസാരിച്ചത് മുഴുവൻ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ജനിച്ചു വളർന്നവർക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നാത്ത അതേ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അവരുടെ അഭിരുചികൾ എന്താണ്, അവർക്ക് ആ ഒരു പ്രായത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ താല്പര്യം, അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊന്നും ആ ഒരു ചെറിയ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാതെ പാസ്റ്റർമാരോ ഇവരുടെ ബ്രദർമാരോ ഇവരെ പോലെയുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെയോ അത് കുട്ടികളുടെ മേലും അടിച്ചേൽപ്പിച്ച് അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ഒരു കാര്യം. അതായത് പെന്തക്കോസ്തിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയും കണ്ടിട്ടുള്ളത്. ആ കുട്ടിക്ക് എന്താണ് താല്പര്യം, കുട്ടിക്ക് എന്താണ് ഇഷ്ടം, ആ ഒരു കുട്ടിക്ക് എന്താണ് സന്തോഷം കൊടുക്കുന്നത് എന്നതിലുപരി എൻ്റെ അന്ധവിശ്വാസം എങ്ങനെ ഈ കുട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാം എന്ന കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. ഇതിനെ വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ബെഡ് ടൈം സ്റ്റോറീസ് വായിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഷേക്സ്പിയറിൻ്റെ ഏതെങ്കിലും വലിയ വലിയ പുസ്തകങ്ങൾ കൊണ്ടുവച്ചിട്ടായിരിക്കുമോ ആ ഒരു കുട്ടിക്ക് വെച്ചു കൊടുത്ത് വായിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും മായാവിയുടെയോ ലുട്ടാപ്പിയുടെയോ അല്ലെങ്കിൽ ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ കഥകൾ, അതായത് ഒരു ചെറിയ മനസ്സുള്ള വ്യക്തിക്ക് കേട്ടാൽ മനസ്സിലാകുന്നതും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളും. അപ്പോൾ വളരെ നിസ്സാരമായിട്ടും ഒരു ചെറിയ കുട്ടിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള അഡൽട്സ് ചിന്തിക്കുന്നതോ എൻജോയ് ചെയ്യുന്നതോ കാര്യങ്ങളായിരിക്കത്തില്ല. വളരെ നിസ്സാരമായിട്ട് ഒരു ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തിളക്കമുള്ള ഒരു സാധനമായിരിക്കും. ചിലപ്പോൾ ഒരു കമ്പോ കൊള്ളിയോ എടുത്തു കൊടുത്താൽ മതി, അതുപോലും അവരെ സന്തോഷിപ്പിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർക്ക് സന്തോഷം കൊടുക്കുന്നത്. ആ ഒരു ചെറിയ പ്രായത്തിൽ അതിന് സന്തോഷവും കൊടുക്കാൻ കഴിയും. സിദ്ദിഖ് ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ചെറിയ പിള്ളേർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. കാരണം അവർ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ചെറിയ പ്രായത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് എല്ലാ കാലവും നിലനിൽക്കില്ല. ആ ഒരു സമയത്ത് അത് സാധിച്ചു കൊടുത്താൽ മാത്രമേ ആ ഒരു സമയത്ത് അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയൂ എന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ ഇതെല്ലാം ചെയ്യുകയും അതെല്ലാം കണ്ട് സന്തോഷിക്കുകയും കാണുമ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ജനാലയിലൂടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയാം. തീർച്ചയായിട്ടും ഇത് എനിക്ക് മാത്രമല്ല, ഈ വിശ്വാസത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും ഇതേ ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഇതിനെ ന്യായീകരിക്കാൻ എപ്പോഴും വിശ്വാസികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ എന്ത് സന്തോഷം കിട്ടാനാണ്. അവിടെയാണ് എനിക്ക് ഈ കുട്ടികളെ പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത വിശ്വാസികളെ ഓർത്ത് സങ്കടം തോന്നുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക,
എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരേ ഭക്ഷണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇഡലിയും സാമ്പാറും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതേപോലെ തന്നെ റെപ്പറ്റേറ്റീവായിട്ടുള്ള ഏത് കാര്യങ്ങൾ ചെയ്താലും മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ മടുപ്പായി തീരും. അതിനുവേണ്ടി തന്നെയാണ് മനുഷ്യ സമൂഹങ്ങൾ ഇവോൾവ് ചെയ്ത കൂട്ടത്തിൽ ഈ സെലിബ്രേഷൻസും ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ വലിയ ഭാഗമായി തീർന്നത്. കാരണം ആവർത്തന വിരസത വരുന്ന അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതേപോലെയുള്ള വിശേഷ ദിവസങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ അന്ധവിശ്വാസം നിമിത്തം നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, ആനിവേഴ്സറി പാടില്ല, ഉത്സവങ്ങൾ പാടില്ല, സെലിബ്രേഷൻ പാടില്ല, ഒന്നും പാടില്ല, എന്നും ദൈവത്തിനെ ആരാധിച്ച് ജീവിച്ചോണം എന്ന് പറയുന്ന മനുഷ്യര് കുട്ടികളോട് ചെയ്യുന്നത്. അവരുടെ ജീവിതം ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ലൈഫാക്കി മാറ്റുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അവരുടെ കൂടെ സ്കൂളിൽ വരുന്ന കുട്ടികളെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, ഉത്സവത്തിന് പോകുന്നു, പെരുന്നാൾ കൂടുന്നു എന്ന് വേണ്ട ഒട്ടനവധി ആഘോഷങ്ങളാണ് അവർക്കുള്ളത്. നേരെ മറിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ എല്ലാ ദിവസവും ദൈവമേ എന്നും പറഞ്ഞ് കൈയും കൊട്ടി ആകാശത്തോട്ട് നോക്കി ഇരിക്കുന്നതല്ലാതെ വേറൊരു കാര്യമില്ല. എല്ലാ ദിവസവും ഒരുപോലെ. എന്ത് ആവർത്തന വിരസതയായിരിക്കും ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നത്. ആ കുട്ടിയോട് നിങ്ങൾ ഏതൊക്കെ ഭാഷ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും ആകാശത്തിരിക്കുന്ന നമ്മുടെ ദൈവം തമ്പുരാൻ ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവത്തില്ല. ഒരു വെട്ടം മിന്നി കത്തുമ്പോൾ കാണുന്ന സന്തോഷം ഒരിക്കലും ആകാശത്തൊരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്, ആ അപ്പൂപ്പൻ നിങ്ങൾ ഈ ഇപ്പൊ കാണുന്ന മിന്നാമിനിങ് വെട്ടം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്നേഹം കൂടുതൽ തരുമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവത്തില്ല. നേരെ മറിച്ച് ആ കുട്ടിക്ക് ചുറ്റുമുള്ള ലോകത്തിന്, അതായത് നിങ്ങളുടെ ആ ഒരു ജയിലെന്ന് തന്നെ പറയണം, നിങ്ങളുടെ ആ ജയിലിൽ നിന്നും വിട്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടത്തെ ഉള്ള കുട്ടികളുമായിട്ടും ഇവർക്ക് സഹവസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ കുട്ടിയുടെ റിയാലിറ്റി അല്ല നിങ്ങൾ ഇതാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് അവരോടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ കുട്ടിക്ക് നിങ്ങളുടെ റീസൺസുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആകെപ്പാടെ ഒറ്റപ്പെട്ട ഒരവസ്ഥ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാനിത് വെറുതെ പറയുന്നില്ല. ആ ഒരു കുട്ടിയെ പോലെ ഞാനും ഒരു അനുഭവസ്ഥനാണ്. എന്നെ പോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഓരോ ദിവസവും കോണ്ടാക്ട് ചെയ്തിട്ട് ഇതേ കഥകൾ തന്നെയാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളൂട്ട് തന്നെ പേരും സ്ഥലവും കാര്യങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. ഓരോ വ്യക്തികളുടെയും എക്സ്പീരിയൻസ് സിമിലർ ആണ്. ഇതേപോലെയുള്ള എക്സ്ട്രീം വിശ്വാസങ്ങളിൽ ജനിച്ചു വളർന്നവരുടേത്. ഇതേപോലെയുള്ള എക്സ്ട്രീം വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കളാണ് എന്നെ ഇപ്പോൾ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ ഒരു കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയ കുട്ടിയുടെ സന്തോഷത്തിനായിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചത് കൊണ്ടോ, ഒരു സിനിമ കാണിച്ചത് കൊണ്ടോ, ഒരു കാർട്ടൂൺ കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു മാലബൾബ് ഇട്ടത് കൊണ്ടോ നിങ്ങളുടെ ദൈവം ഒരിക്കലും നിങ്ങളോട് പിണങ്ങാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ അഖിലാണ്ട മണ്ഡപത്തെ സൃഷ്ടിച്ച ആളാണ് ദൈവമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ ഒരു ദൈവം ഒരു കുട്ടിയുടെ ചെറിയ സന്തോഷത്തിന് കാരണമായി തീരുന്ന ഇതേപോലെയുള്ള കാര്യങ്ങളെ കണ്ടിട്ട് നിങ്ങളോട് ദേഷ്യപ്പെടുകയും നിങ്ങളെ നരകത്തിലിട്ട് വറക്കുകയും ചെയ്യുവാണെങ്കിൽ ആ ദൈവത്തിന് എന്തൊരു ക്വാളിറ്റി ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. നോർമൽ ചൈൽഡ്ഹുഡ് എന്നത് ഇതേപോലെയുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളിൽ ജനിച്ചു വളരുന്ന ഓരോ കുട്ടിക്കും നിഷേധിക്കപ്പെടുന്നതാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എന്തോ ഒരു മഹത്തരമായ ജീവിതമാണ് ആ കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. ലൈഫ് ലോങ് ട്രോമയാണ് നിങ്ങൾ ഓരോ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതവർ മുതിർന്ന് എത്ര പ്രായമായാലും വിട്ടുപോകാൻ പറ്റാത്ത തരത്തിൽ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യും. ലെറ്റ് അവർ കിഡ്സ് ഹാവ് എ നോർമൽ ഹാപ്പി ചൈൽഡ്ഹുഡ്.